ഹലോ ഫ്രണ്ട്സ്, ഇവന്മാരുടെ കുറുമ്പൊന്ന് നോക്ക്. എനിക്ക് വന്നൊരു പാർസൽ എടുത്ത് തൂക്കിട എറിയിടാന്ന് പറഞ്ഞ് വീശുവാണ് രണ്ടുപേരും കൂടെ. ഞാൻ വീഡിയോ എടുക്കുന്ന അവന്മാരെ അറിഞ്ഞിട്ടില്ല. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോരോ സാധനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവർ ചെയ്യുന്ന പണിയാണത്. ഞാനൊരു പാർസലിൻ്റെ അത് വന്നിരുന്നു. അതോ അങ്ങനെ പൊട്ടിക്കാതെ വെച്ചിരിക്കണം, അവരെടുത്ത് തൂക്കി എറിയിടാന്ന് പറഞ്ഞിട്ട് എടുക്കണേ രണ്ടും കൂടെ. അപ്പോൾ വൈകിട്ടായപ്പോഴേക്കും ഞാൻ ശങ്കരനെയും കൊണ്ട് ഇന്നലെ അമ്പലത്തിലെല്ലാം ഒന്ന് പോയി. ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിലാണ് പോയി അവൻ്റെ പേരിൽ പ്രത്യേക വഴിപാടൊക്കെ നടത്തി. പിന്നെ അതിനുശേഷം കേക്ക് കട്ട് ചെയ്തിട്ട് ഒന്ന് നൈറ്റ് ഡിന്നർ വന്നിട്ട് വെളിയിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ സാധാരണ ഞങ്ങൾ വെളിയിൽ നിന്ന് കഴിക്കുന്ന അണ്ണാനഗറുള്ള ഹോട്ടലാണ്. ഇവർ കുട്ടികളായിരിക്കുമ്പോൾ മുതലേ സീഷല്ലെന്ന് പറഞ്ഞിട്ട് ഇവർ സ്കൂളിൽ പഠിക്കുന്ന കാലങ്ങളിലെല്ലാം ഞങ്ങൾ ബർത്ത്ഡേക്കെല്ലാം അവിടെ തന്നെയാണ് എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. അവിടെ പോയി ഒരു നൈറ്റ് ഡിന്നറെല്ലാം കഴിച്ച് തിരിച്ചു പോരും. കുട്ടികളുടെ ബർത്ത്ഡേയും എൻ്റെ ബർത്ത്ഡേ എല്ലാം എപ്പോഴും മജോറിറ്റിയും ആ ഹോട്ടലിൽ തന്നെയാണ്, ആ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് പോകാറുള്ളത്. അപ്പോൾ ഞാൻ കേക്കെല്ലാം എടുത്ത് വെച്ചു. അതെല്ലാം കട്ട് ചെയ്യാനുള്ള തിരക്കിലാണ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനുള്ള തിരക്കിലാണ് കേട്ടോ ഞാൻ. കാരണം 7 മണിക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണം. എന്നാലേ ഒരു 8 മണിയാകുമ്പോഴേക്കും സീഷനിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ച് എങ്ങനെ ഒരു 10:30-11 മണിയാകുമ്പോൾ വീടെത്താൻ പറ്റുള്ളൂ തിരിച്ച്. അപ്പം ഞാൻ തിരക്ക് പിടിച്ച് ഓടുകയാണ്. അവന്മാരുടേതായ ഓരോരോ കുറുമ്പ് കാണിക്കുവാണ്. ഇവന്മാർ രണ്ടുപേരും ഇപ്പോൾ 2 സ്ഥലത്തായതുകൊണ്ട് ഇതുപോലെ ലീവിൽ വരുമ്പോഴാണ് ഇവർ കണ്ടുമുട്ടുന്നത്. പിന്നെ ഡെയിലി വാട്സപ്പ് കോളുണ്ട് ഞങ്ങൾക്ക്. വീഡിയോ കോളിൽ വിളിക്കും രാത്രി. എന്നാൽ കൂടി നേരെ കണ്ടുമുട്ടുന്നത് ഇതുപോലെ വെക്കേഷനുകളിൽ മാത്രമാണ്. അതുകൊണ്ട് രണ്ടുപേരും കൂടെ ഓരോരോ കുറുമ്പ് കാണിക്കലും. പിന്നെ ശങ്കരൻ വന്ന് ശ്രീഹരിയുടെ ഒരു ഫോട്ടോ എടുക്കാൻ നോക്കി. അപ്പം വേണ്ട ചേട്ടാ, വേണ്ടാന്ന് ചേട്ടാന്നൊന്നും വിളിക്കില്ലേ, അവൻ എടാന്നേ വിളിക്കുള്ളൂ. ഇവർ തമ്മിൽ 4 വയസ്സ് ഗ്യാപ്പ് ഉണ്ടെങ്കിലും ഇവനെ എടാന്ന് തന്നെയാണ് കേട്ടോ വിളിക്കണം. ചേട്ടാന്നൊന്നും വിളിക്കാറില്ല. അപൂർവം ചിലപ്പോൾ ചേട്ടാന്ന് വിളിക്കും. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് രണ്ടുപേരും നോക്കണേണ്. പിന്നെ ഞങ്ങൾ കേക്കെല്ലാം കട്ട് ചെയ്ത് എല്ലാവരും ശങ്കരന് വായിൽ വെച്ച് കൊടുത്തു. പിന്നെ അവൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന്. ഞാൻ എക്സ്ട്രാ 1-2 പീസ് കൂടെ കഴിച്ച്. അപ്പോൾ ഞങ്ങളെല്ലാവരും ശങ്കരനെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് അവന് കേക്കൊക്കെ കട്ട് ചെയ്യിപ്പിച്ച് അങ്ങനെ സന്തോഷമായിട്ട് സീഷെല്ലിലോട്ട് പോകാമെന്ന് വിചാരിച്ച്. അവനാണ് ആദ്യം കഴിക്കണ്ടേന്ന് പറയണത്. അവൻ അച്ഛന് കൊടുക്കുമ്പോഴേക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഞാൻ എക്സ്ട്രാ 1 പീസ് കേക്കൊക്കെ കഴിച്ചിട്ടുണ്ട്. നാളെ നോക്കുമ്പോൾ എൻ്റെ വെയിറ്റ് 1 കിലോ 2 കിലോ കൂടിയിട്ടുണ്ടാവും. എനിക്കൊരു കുറച്ച് ഫുഡ് എക്സ്ട്രാ എടുത്തിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടും. പിന്നെ ഞാനത് ഒരാഴ്ചയെല്ലാം ഡയറ്റിങ് എടുത്തിട്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നോക്കി ഫുഡ് വളരെ കൺട്രോൾ ചെയ്തിട്ടാണ് പിന്നെ വെയിറ്റ് കുറച്ച് കൊണ്ടുവരണത്. വെയിറ്റ് നോർമൽ പഴയ വെയിറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ ഞാൻ ഡയറ്റിങ് നിർത്തും. ഞാനങ്ങനെ ലോങ് പീരീഡ് ഡയറ്റിംഗ് ഒന്നും നോക്കാറില്ല. മാക്സിമം ഒരാഴ്ചയൊക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് ഡയറ്റിംഗ് നോർമൽ വെയിറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡയറ്റിംഗ് വിടുക ചെയ്യണത് എപ്പോഴേ. അപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ ഒരു കഷ്ണം കേക്ക് കൂടെ എക്സ്ട്രാ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവാനുള്ള തിരക്കിലാണ്. ഞാൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് തിരക്ക് കൂട്ടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുവാണ്. ശങ്കരൻ എന്തോ ഇത് പറഞ്ഞിട്ട് മേളിലോട്ട് പോയി. പിന്നെ ആവശ്യത്തിന് കുറച്ചൊരു വെള്ളമൊക്കെ അവന് പാർക്കിലൊന്നും പോകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ലേറ്റായിപ്പോയി കുറച്ച്. ഞാൻ വൈകിട്ട് അവനെയും കൊണ്ടൊന്ന് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നേ. അമ്പലത്തിൽ ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിലാണ് പോയത്. അപ്പോൾ പോയി വന്നപ്പോൾ ഇത്തിരി ലേറ്റായി. അതുകൊണ്ട് കേക്ക് കട്ടിങ്ങിന് ലേറ്റായി. അങ്ങനെ സമയം കുറേ പോയി. അപ്പോൾ അവന് പാർക്കിൽ പോയിട്ട് കുറച്ച് സമയം ഇവന്മാർ കുട്ടിയായിരിക്കുമ്പോൾ ആ പാർക്കിൽ സ്ഥിരം പോവുമായിരുന്നു. പോയി അവിടെ കുറേ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അണ്ണാനഗറുള്ള പാർക്കിൽ. അവിടെ കളിച്ച് പിന്നെ കുറേ സമയം നടക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഈ സീഷെല്ലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരുമായിരുന്നു. മാസത്തിലൊരിക്കലും ഞങ്ങളങ്ങനെ പോവുമായിരുന്നേ. അതുപോലെ കുട്ടികളുടെ ബർത്ത്ഡേക്കെല്ലാം തന്നെ ആ പാർക്കിൽ പോയിട്ട് അവിടെ തന്നെ ഒരു അയ്യപ്പൻ കോവിലും ഉണ്ട്. അവിടെയൊക്കെ പോയി കറങ്ങിയിട്ടാണ് സീഷെല്ലിൽ എത്താറുള്ളത്.
അപ്പോൾ അതുപോലെയാണ് അവൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ആ പാർക്കിൽ പോകാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. ഇപ്പം ഞങ്ങൾ സീഷെല്ലിലൊക്കെ എത്തിയിട്ട് സീഷെല്ലിലെത്തിയിട്ട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിങ്ക ഡജാജ് ഓർഡർ ചെയ്ത്, പിന്നെ എന്തോ കബാബ്, പൊറോട്ട. ശ്രീഹരിക്ക് ഹൈദരാബാദ് പൊറോട്ട കിട്ടാറില്ലേ, അതുകൊണ്ട് അവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പൊറോട്ട മെയിനായിട്ട് അവൻ എപ്പോഴും ചോദിക്കും. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളെല്ലാം ഓർഡർ ചെയ്ത് അങ്ങനെ അതെല്ലാം കഴിച്ചു. വയറ് ഫുള്ളായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ രാത്രി ഒരു 10:30-11 മണിയായി വീട്ടിലെത്തിയത്. അപ്പോൾ കുട്ടികളും അങ്ങനെ വളരെ ഹാപ്പിയാണ്. ഞാനും വലിയ സന്തോഷിച്ചു. അവൻ ഇന്ന് രാവിലെ അങ്ങോട്ട് ഹോസ്റ്റലിലോട്ട് തിരിച്ച് പോവുകയും ചെയ്തേ. അവൻ പോയി കഴിഞ്ഞപ്പോഴേക്കും വീടാകെ ഒഴിഞ്ഞ പോലെയായി ശരിക്കും പറഞ്ഞാൽ. കാരണം അവനൊരു 4 ദിവസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളു. ഓക്കേ, ബൈ ബൈ.